ഇന്ന് നടന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ആദ്യം തന്നെ പരീക്ഷ എഴുതിയ കൂട്ടുകാരോട് നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ആൻസർ കീയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിക്രം മിശ്രിയാണ്. നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇത് പറഞ്ഞാണ് ഈ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഈ ഒരു ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിക്രം മിശ്രിയാണ്. രണ്ടാമത്തെ ചോദ്യം, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് 1773, അതുപോലെ തന്നെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776, അതുപോലെ തന്നെ എന്താണ് പാരീസ് ഉടമ്പടി 1783, അതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1B, 2A, 3C, 4D ആണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ 1945 ഒക്ടോബർ 30 ആണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 2 മാത്രമാണ്. അതായത് പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ്. 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. എട്ടാമത്തെ ചോദ്യം, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആനി ബസന്റ് ആണ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെന്ന് ചോദിച്ചത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ NH44 ആണ് കേട്ടോ. എട്ടാമത്തെ ചോദ്യം, ദൊഡ്ഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നീലഗിരി കുന്നുകളാണ്. 9 ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ചണമാണ്. പത്താമത്തെ ചോദ്യം, ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ശരാവതിയാണ്. 11 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏതാണ്? ഏത് നദി മുകളിലാണ്? ഓപ്ഷൻ ബി ചെനാബാണ്. ചെനാബ് പാലമാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ചെനാബാണ്. 12ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ആണ്. 13 എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. എന്നാൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. 3 തെറ്റാണ്. അപ്പോൾ ആൻസർ 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ്. 2ഉം 3ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പം 14ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 15 ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അതായത് യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി സൈമൺ ജോൺസൺ ആണ്. 17 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. 18ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മഹൽനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണ്. 20ാമത്തെ ചോദ്യം, ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, തെലങ്കാന. 21 തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി PK തുങ്കൻ കമ്മിറ്റിയാണ്. 22ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി 6 ആണ്. 23ാമത്തെ ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 3 ആണ് ആൻസറായിട്ട് വരുന്നത്. 24 സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഷയത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് കൺകറന്റ് ലിസ്റ്റ്. 25 ഞാൻ വലിയൊരു ക്വസ്റ്റ്യനാണ് പറയുന്നില്ല. വെറുതെ സമയം കളയുന്നില്ല. 25ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി പറഞ്ഞത് ശരി എന്നുള്ളതാണ്.
26ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 16(4) 27 താഴെ തന്നിരിക്കുന്ന റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി 3 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 28 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബൽവന്ത് റായ് കമ്മീഷൻ, അശോക് മേത്ത കമ്മീഷൻ, തുങ്കൻ കമ്മിറ്റി എന്നിവയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി 1, 2, 3 മാത്രം ആണ് ശരിയായിട്ടുള്ളത്. 29 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് 2008 തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകളായിട്ട് വരുന്നവയാണ്. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം. 30ാമത്തെ ചോദ്യം രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ്. അതായത് രണ്ടാമത്തെ വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 31 താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ ഏതാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് 25 വയസ്സ് പൂർത്തി. അത് തെറ്റല്ല, 21 വയസ്സല്ലേ വരുന്നത്, 25 അല്ലല്ലോ. പിന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേര് ഉണ്ടായിരിക്കണം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 3 മാത്രമാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. 32 പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൽ ലയിക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താ? ആൻസർ ഓപ്ഷൻ ബി വിഘടനമാണ്. 33 ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ക്ഷയരോഗമാണ്. 34 കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ശൈലിയാണ്. 35 ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി HIV ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ സൈനോ ഏട്രിയൽ നോഡാണ്, SA നോഡാണ്. 37 സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ആണ്. 38 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. 39 ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന 10 കിലോഗ്രാം പിണ്ഡമുള്ളൊരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്ന്? ആൻസർ ഓപ്ഷൻ സി 100 ന്യൂട്ടൺ ആണ്. 40ാമത്തെ ചോദ്യം 2025 ജോൺ ക്ലർക്ക്, മൈക്കിൾ ഡെവോർട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി നോബൽ സമ്മാനമാണ് ഭൗതിക ശാസ്ത്രത്തിൽ, ഫിസിക്സിൽ. ഞാൻ പറഞ്ഞിരുന്നത് നോബൽ സമ്മാനം നോക്കിയിട്ട് പോകണം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന്. ഷുവർ ഷോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 41ാമത്തെ ചോദ്യം പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, രണ്ടും എതിർദിശയിലാണ്. 42ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് കേട്ടോ. അതുപോലെ തന്നെ 43ൻ്റെ ആൻസർ ഓപ്ഷൻ ബി NH4Cl ആണ്. 44 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏത് കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളാണ്. അപ്പോൾ നോബൽ പ്രൈസ് 2025 കറണ്ട് അഫയർ പാർട്ട് 2 മാർക്കാണ് ചോദിച്ചിട്ടുണ്ട് നോബൽ പ്രൈസിൽ നിന്ന് കേട്ടോ. 2 കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കൂട്ടുകാർക്ക്. 45ാമത്തെ ചോദ്യം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോട്ടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ട്രിഷ്യമാണ്. 46 കേരള ഫോക്ലർ അക്കാദമിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ചിറക്കലാണ്. 47ൻ്റെ ആൻസർ ഓപ്ഷൻ ബി പടയണിയാണ് വരുന്നത്. 48ൻ്റെ ആൻസർ ഓപ്ഷൻ സി 3, 4 ആണ്. 3, 4 ആണ് വരുന്നത്. അതുപോലെ തന്നെ 49 എന്താണ്? വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതും ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർഭന്ധം. ഈ വരികൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരിയാണ്. 50ാമത്തെ ചോദ്യം കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാരാണ്? ആൻസർ ഓപ്ഷൻ ഡി എൽദോസ് പോൾ. ഇത് നമ്മൾ ഷുവർ ഷോട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി മാത്സ് ആണ്. മാത്സ് പറഞ്ഞു പോകണം. 51ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 8:15 ആണ് വരുന്നത്. 52ൻ്റെ ആൻസർ ഓപ്ഷൻ എ 40 കിലോഗ്രാം പെർ ഹവർ ആണ് വരുന്നത്. 53 ഓപ്ഷൻ ബി 36 ആണ് വരുന്നത്. 54 ഓപ്ഷൻ ഡി 28 ആണ്. 55ൻ്റെ ആൻസർ ഓപ്ഷൻ എ ബുധനാണ് വരുന്നത്. 56 ഓപ്ഷൻ ബി 90 ഡിഗ്രിയാണ്. 57ൻ്റെ ആൻസർ ഓപ്ഷൻ എ 720 ആണ്. 58 ഓപ്ഷൻ ഡി 123 ആണ്. 59 ഓപ്ഷൻ സി 17 ആണ്. 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ 80% 61 വരുന്നത് ദിസ് ഈസ് എൻ അച്ചീവ്മെൻറ്റ് ഡാഷ് ഐ എം പ്രൗഡ്. ആൻസർ ഓപ്ഷൻ ഡി ഓഫ് വിച്ച് ആണ് വരുന്നത്. 62ൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം എന്നാണ് വരുന്നത്. 63ൻ്റെ ആൻസർ ഓപ്ഷൻ ബി അബേറ്റ്സ് ആണ് വരുന്നത്.
64ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡിമിനിറ്റീവ് ആണ് വരുന്നത്. 65ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദ ബോയ്സ് ഡു ഡാറിങ് ടാസ്ക് എന്നാണ് വരുന്നത്. 66 ഓപ്ഷൻ എ ഡു ദേ ആണ്. 67 ഓപ്ഷൻ ബി സൈമൾട്ടേനിയസ് ആണ് വരുന്നത്. 68 ഓപ്ഷൻ എ അസ്ട്രോണമർ ആണ്. 69 ഓപ്ഷൻ സി അരിസ്റ്റോക്രാറ്റ് ആണ് വരുന്നത്. 70ാമത്തെ ചോദ്യം ഏതാണ്? ഓപ്ഷൻ സി വുഡ് ഹാവ് വിസിറ്റഡ് ആണ് വരുന്നത്. ഇനി മലയാളമാണ്. 71 ഓപ്ഷൻ സി ലേഖകൻ ലേഖക. അതുപോലെ തന്നെ 72 ഓപ്ഷൻ സി അത്യന്താപേക്ഷികം. 73 ഓപ്ഷൻ ബി അയാൾ. അതുപോലെ തന്നെ 74ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ഉണ്ട്. അലിംഗ ബഹുവചനമായിട്ട് പണിക്കരും വരും, അതുപോലെ തന്നെ പണിക്കരും വരും, ആൺമക്കളും വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ 75ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരി എന്നാണ്. 76ൻ്റെ ആൻസർ ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക എന്നുള്ളതാണ്. 77 ഓപ്ഷൻ സി അതി പ്ലസ് അന്തമാണ്. 78 ഓപ്ഷൻ ബി ആമുഖമാണ്. 79 ഓപ്ഷൻ ഡി വൃഷ്ടിയാണ്. 80ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വിവൃതമാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 81 നോക്കാം. കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായി എത്ര തുറന്ന ജയിലുകളുണ്ട്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 2 ആണ്. ടോട്ടൽ 3 ജയിലുകളും 2 പുരുഷ തടവുകാർക്കും 1 സ്ത്രീ തടവുകാർക്കുമാണ് വരുന്നത്. അപ്പോൾ 81ൻ്റെ ആൻസർ ഓപ്ഷൻ സി 2 ആണ്. പുരുഷ തടവുകാരാണ്, മൊത്തത്തിലുള്ള തുറന്ന ജയിലല്ല. അപ്പം എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 82 തടവ് ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി 6 മാസം. 83 നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 83 ഏതാണ്? ഓപ്ഷൻ എ നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? നമ്മൾ പഠിച്ചതാണ്, ബൽറാം കുമാർ ഉപാധ്യ. 84 കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1991. 85 കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഞാൻ ഇന്നുകൂടെ പറഞ്ഞതാണ്, തവനൂർ സെൻട്രൽ ജയിലാണ്. അത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണെന്ന് ഞാൻ പറഞ്ഞതാണ്, ഓപ്ഷൻ ഡി മലപ്പുറം. അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 86ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിന് പരിധിയിൽ ഉൾപ്പെടുന്നത്? നിങ്ങൾ ഇതിൽ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ എ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ്. അപ്പോൾ ഓപ്ഷൻ നോക്കി തന്നെ ആൻസർ കിട്ടിക്കാണുമേ. 87 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? നമ്മൾ പഠിച്ചതാണ്, ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നതും വരെ. ക്ലിയർ ആണ്. ഇനി 88ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണെന്നുള്ളതാണ്. കമ്മീഷൻ അംഗം, അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു, അംഗം മാനസികമായോ ശാരീരികമായോ ബലഹീനത കാരണം അയോഗ്യനെ കണക്കാക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്താണ് അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് വരിക. എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. കാരണം മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കുന്ന കാരണങ്ങളാണ്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിൽ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു? നമ്മൾ ഇന്നുകൂടെ പഠിച്ചാണ്, ഓപ്ഷൻ സി വകുപ്പ് 8.1 ആണ്. വകുപ്പ് 8.1. പിന്നെ 90ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിലെ 8.1G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നാണ് ഇളവ് ലഭിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓപ്ഷൻ ബി വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. 91 ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയിലെ ചെയർമാൻ ആരായിരിക്കും? നമ്മൾ പഠിച്ചതാണ്, ഓപ്ഷൻ സി പ്രധാനമന്ത്രി. 92 വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ എ സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം. 93 വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം ഇൻഫർമേഷൻ എന്നതിൽ താഴെ പറയുന്നതിൽ എന്തെല്ലാം ഉൾപ്പെടും? നമ്മൾ ഈ ഒരു ഓപ്ഷൻ വായിച്ചാൽ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് കിട്ടും. എന്താണ്? രേഖകൾ, ഇമെയിലുകൾ, സർക്കുലർ, ഓർഡറുകൾ, ലോഗ് റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റകൾ. അപ്പോൾ മേൽപ്പറഞ്ഞവയെല്ലാം വിവരം എന്നുള്ള രീതിയിൽ വരുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന എന്നാണ്? അപ്പോൾ മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പു നൽകുന്നവയാണ്. അതാണ് ശരിയായിട്ടുള്ളത്. 95ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരം? വളരെ സിമ്പിളാണ്, ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്റ്റിക് എന്നത് എന്താണെന്നുള്ള? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ. നമ്മൾ പഠിച്ചതാണ്. അതുപോലെ 97 ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി വിവരിക്കുന്നത് ഏതാണ്? ഉത്കണ്ഠ ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ കിട്ടും, ഭയം, സംഘർഷ, ചിന്ത. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ അഭിപ്രേരണ എന്നത് എന്തിനെക്കുറിച്ചാണ്? പ്രവർത്തിക്കാനുള്ള പ്രചോദനം. നമ്മൾ പഠിച്ചതാണ് അഭിപ്രേരണ, മോട്ടിവേഷൻ എന്തിനെക്കുറിച്ചാണ്? പ്രവർത്തിക്കാനുള്ള പ്രചോദനം. അതുപോലെ തന്നെ 99ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈറ്റ് ഫോർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്?
ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദം. 100ാമത്തെ ചോദ്യം, ഫ്രോയിഡിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പൽ പ്രകാരം പ്രവർത്തിക്കുന്ന ഏത് ഘടകമാണ്? നമ്മൾ പഠിച്ചാണ്. ഓപ്ഷൻ ബി ഈഗോ ആണ് റിയാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി എന്നൊക്കെ നമ്മൾ എത്ര വട്ടം പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അപ്പം ഇന്നത്തെ പരീക്ഷയിൽ നമ്മൾ കറണ്ട് അഫെയർ പാർട്സിലും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരു 20-ൽ നിന്നൊരു 10 നമ്മുടെ ക്ലാസ് കണ്ട് പഠിച്ച ഒരു കൂട്ടുകാർക്ക് 18 മാർക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ്? അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫെയർസും ക്ലാസ്സസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നല്ലൊരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു പരീക്ഷയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസിൽ GK പാർട്ടിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളും എന്തെങ്കിലും GK പാർട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുക. അതുകൂടാതെ ഞാൻ പെട്ടെന്നാണ് തയ്യാറാക്കിയത്. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.